Hi dears, welcome to today's class. Dears, today we are discussing the 16th class, analyzing the 16th class SLC English. There are all these things. This is the second part of the member, the article Project Tiger. Project Tiger ന്റെ രണ്ടാമത്തെ ഭാഗമാണ്. വളരെ എളുപ്പമാണ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ, അത് പെട്ടെന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ് ദ ഫ്രെയിംസ് നമുക്കറിയാം. പ്രോജക്റ്റ് ടൈഗറാണ് ചർച്ച ചെയ്യുന്നത്. എന്താ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത്? പ്രോജക്റ്റ് ടൈഗർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ചൈൽഡ്ഹുഡ് ഡേയ്സ് എ മെമ്പർ ബൈ ദ റിനോൺഡ് ഫിലിം മേക്കർ സത്യത്ര. നമുക്കറിയാലോ, ഇത് അടുത്തതിലുണ്ടാവും. നമ്മൾ ഇതൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തത്. അതായത് സത്യത്രയുടെ ഓർമ്മക്കുറിപ്പായ ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്നൊരു ഭാഗമാണിത്. അതെന്താണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഈ തീം എന്താണ് ഈ പാഠത്തിൻ്റെ? ഇറ്റ് ടെൽസ് us how he managed to shoot the scenes of a film which included a tiger. ടൈഗർ ഉള്ളൊരു ഫിലിമിൻ്റെ രംഗം എങ്ങനെയാണ് ഇവിടെ പ്രയാസപ്പെട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്തത് എന്നാണ് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. Member clearly reveals the stress and strain involved in the process of filmmaking and also throws light on the strenuous research undertaken by master filmmakers. റെഡി അല്ലേ? ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പം എന്താ അതിൻ്റെ അർത്ഥം? എന്താ അവരുടെ പിന്നെ വളരെ ഒരു ഫിലിം മേക്കിങ്ങിൽ ഉൾപ്പെട്ട പ്രവർത്തനങ്ങളിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. മാത്രമല്ല, മാസ്റ്റർ ഫിലിം മേക്കേഴ്സ്, നമ്മുടെ മുമ്പുള്ള വളരെ നായകന്മാരായ ഫിലിം നിർമ്മാതാക്കൾ എടുത്ത വളരെ പ്രയാസകരമായ പിന്നെ ഗവേഷണത്തെക്കുറിച്ചൊക്കെ നമുക്കിതിൽ കാണുന്നുണ്ട്. ഈ പിന്നെ ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിലൂടെ. എങ്ങനെയാണ് തുടങ്ങുന്നത്? റേ ബിഗിൻസ് ഹിസ് ആർട്ടിക്കിൾ ബൈ പേയിങ് ഹിസ് റെവറൻസ് ടു ദ ഹോളിവുഡ് ഫിലിം മേക്കേഴ്സ് ഹു ഹാവ് ഹൈ റിഗാർഡ് ഫോർ ആനിമൽ ആക്ടേഴ്സ്. അറിയാലോ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഹോളിവുഡ് ഫിലിം മേക്കേഴ്സിനോട് എന്ത് കൊടുത്തിട്ടാണ് അവർ ഹോളിവുഡ് ഫിലിം മേക്കേഴ്സിനോടുള്ള ആദരവ് കാണിച്ചുകൊണ്ടാണ്. എങ്ങനത്തെ ആളുകളായിരുന്നു ഈ ഹോളിവുഡ് ഫിലിം മേക്കേഴ്സ്? അവർ ആനിമൽ ആക്ടേഴ്സിനോട് വളരെയധികം ആദരവ് കാണിച്ചിരുന്നു. ഈവൻ ദ ആനിമൽ ആക്ടേഴ്സ് ഇൻ ഹോളിവുഡ് ഹാവ് സ്റ്റാൻഡിൻസ്. നമ്മൾ കണ്ടതാണത്. ഹോളിവുഡിൽ ആനിമൽ ആക്ടേഴ്സിനും എന്തുണ്ടായിരുന്നു? സ്റ്റാൻഡിൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല, അവരെ എ ഗ്രേറ്റ് റെവറൻസ് വാസ് ഗിവൺ ടു ദം ആസ് ഫേമസ് സ്റ്റാർസ്. സാധാരണ മനുഷ്യരിൽ പ്രസിദ്ധരായ മനുഷ്യ ആക്ടേഴ്സിനെ പോലെ തന്നെയാണ് അവരോടും പെരുമാറിയിരുന്നത്. അവർക്കും അത്തരം ആദരവ് കൊടുത്തിരുന്നു. ഹി ഷെയർസ് ആൻ ഇൻസിഡൻറ്റ് വിച്ച് ഷോസ് ദാറ്റ് ദി ആനിമൽ ആക്ടേഴ്സ് ഇൻ ദ ഹോളിവുഡ് വർ ട്രീറ്റഡ് വിത്ത് റെവറൻസ്. റെഡിയാണല്ലോ? അങ്ങനെ അദ്ദേഹം അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം, ഡിസ്നി സ്റ്റുഡിയോയിലെ സംഭവം പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഓർമ്മയുണ്ടാവും. Now we can proceed. We are going to read the next 3 paragraphs, that is 5 to or 5th to 7th. Clear ആണല്ലോ മക്കളെ? Before that, let us see the words. Raven എന്ന് പറഞ്ഞ large bird of the crow family with shiny black feathers and rough unpleasant cry എന്നാണ്. വലിയ സൈസ് കാക്കയാണ്, മലങ്കാക്ക എന്നൊക്കെ വേണമെങ്കിൽ മലയാള ഡിക്ഷണറിയിൽ അർത്ഥം കാണുന്നുണ്ട്. റെഡി അല്ലേ? ഗെറ്റ് ഹോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ കിട്ടുക എന്നാണ്, നേടുക, ലഭിക്കുക എന്നൊക്കെയാണ്. അഡ്മിറ്റഡ്ലി എന്ന് പറഞ്ഞാൽ ആസ് അക്നോളജ്ഡ് ടു ബി ട്രൂ, സത്യമാണെന്ന് പിന്നെ മനസ്സിലാക്കിയതുപോലെ എന്നുള്ള സെൻസാണ് വരിക. പിന്നെ ദാറ്റ് ഈസ് ടു സേ എന്ന് പറയുന്നത് നമ്മളൊരു വിശദീകരണം കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇൻ അതർ വേർഡ്സ്, ദാറ്റ് ഈസ് എന്നൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസാധാരണമായ, ഓർഡിനറിൻ്റെ ഓപ്പോസിറ്റാണ്. പേർച്ച് എന്ന് പറഞ്ഞാൽ പക്ഷി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതിനാണ് പേർച്ച് എന്ന് പറയാം. പ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടുത്തെ പറ്റിയൊരർത്ഥം എ മോഡറേറ്റ്ലി സഫിഷ്യൻ്റ് എക്സ്റ്റെൻറ്റ് ഓർ ഡിഗ്രി എന്നാണ്. അനൽപമായ, അല്പമല്ലാത്ത കർത്ത അവിടെ നല്ലത്. ഇംപ്രസീവ് എന്ന് പറഞ്ഞാൽ ആകർഷണീയമായ, മതിപ്പുണ്ടാക്കുന്ന. ഇൻവോൾവ്ഡ് ഉൾപ്പെട്ട എന്നാണ്. പെർട്ടിക്കുലർലി പ്രത്യേകിച്ചും നമുക്കറിയാം. മാനേജ്, ബി സക്സസ്ഫുൾ, അച്ചീവ് ഗോൾ, ഒരു കാര്യം നേടുന്നതിൽ വിജയിക്കുക എന്നുള്ളതാണ്. അറിയാലോ, ഒരു കാര്യം നേടുക അല്ലെ വിജയിക്കുക എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ നമുക്ക് പാരഗ്രാഫ് ചർച്ച ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. കൂടെ അങ്ങനെ നിൽക്കുക പെട്ടെന്ന്. എവറി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്, നോ ഡൗട്ട്. ക്ലിയർ അല്ലേ? ഓരോ അനിമൽ, ഈച്ച് അനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഓരോ അനിമലും നന്നായിട്ട്, ഓരോ മൃഗവും ഹോളിവുഡ് ഫിലിമിൽ ആക്ട് ചെയ്യുന്ന ഓരോ മൃഗവും നന്നായിട്ട് പരിശീലനം കിട്ടിയതാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. നമുക്കറിയുന്നതാണ്. ഇറ്റ് ഈസ് ഈസി ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആണ്, നമ്മൾ കൂടെ നിൽക്കുന്ന മൃഗങ്ങളായതുകൊണ്ട് തന്നെ ഹോഴ്സിനെയോ ഡോഗിനെയോ ഒക്കെ നമ്മൾ, അത് മാത്രമല്ല പണ്ട് കാലം മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ട്രെയിൻ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പട്ടിയെയോ കുതിരയെയോ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്, പരിശീലിപ്പിക്കാനുള്ളത് പ്രയാസമുള്ള കാര്യമല്ല, നമുക്കറിയാം. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്?
പരിശീലനം കിട്ടിയ കാക്കകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതത്ര എളുപ്പമാണോ? കാക്ക നമ്മളോട് വല്ലാതെ ഇണങ്ങുന്ന ഒരു പക്ഷിയല്ല, നമുക്കറിയാം. അത് നോട്ട് ജസ്റ്റ് 1 or 2, 1 or 2 അല്ല, എത്ര, ബട്ട് നിയർലി 100 ഓഫ് ദം. എത്ര? 100 കണക്കിനല്ലേ, ഒരു 100ഓളം കാക്കകളൊപ്പം പിന്നെ ട്രെയിൻ ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോക്കണേ. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഇതും നടന്നിട്ടുണ്ട്. ഏതിൽ? സാധ്യമായിട്ടുണ്ട്. ഏതിൽ? ഹോളിവുഡിൽ. വെൻ the creator of some of the best suspense film in the history of cinema, സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഏതാനും സസ്പെൻസ് ഫിലിമൊക്കെ നമ്മൾ ചർച്ച ചെയ്താകുമ്പോൾ, സസ്പെൻസ് ഫിലിം എന്താണെന്നൊക്കെ, സസ്പെൻസ് ഫിലിംസിൻ്റെ നിർമ്മാതാവായ ഹോളിവുഡ് പിന്നെ ഹിച്ച്കോക്ക് എന്ത് ചെയ്തപ്പോഴാണ് ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ് എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇത് നടന്നത്. എന്താ നടന്നത്? ഹൺഡ്രഡ്സ് ഓഫ് റേവൻസ് ആക്റ്റഡ് ഇൻ ദാറ്റ് ഫിലിം. ഹൺഡ്രഡ്സ് ഓഫ് ട്രെയിൻഡ് റേവൻസ് ആക്റ്റഡ് ഇൻ ദാറ്റ് ഫിലിം. 100ഓളം നോട്ട് ഹൺഡ്രഡ്സ് ബട്ട് 100, അത്രയേ ഉള്ളൂ. ഒരു 100 റേവൻസ്, പരിശീലനം കിട്ടിയ റേവൻസ് ആ ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. പല സൈസ് പക്ഷികളെ ആവശ്യമുണ്ടായിരുന്നു. വൈവിധ്യമുള്ളതെന്ന് നമുക്കറിയാം. ബട്ട് വൈവിധ്യമാണ്, വെറൈറ്റി നൗണാണ്. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻ. പലതും വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് റേവൻസ് ആയിരുന്നു. റിക്വയർഡ് എന്ന് പറഞ്ഞാൽ നീഡ് എന്നുള്ള അർത്ഥമാണ്, അറിയാലോ, നീഡഡ് എന്ന അർത്ഥമാണ്. നോട്ടീസസ് വെർ, അതിനെന്താ അദ്ദേഹം ചെയ്തത്? നോട്ടീസസ് വെർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ്. ഒരു കാര്യം വിട്ടുപോയി തോന്നുന്നുണ്ട്. അതായത് എന്താണത്, എന്ത് കഥയാണ്, എന്താണ് ആ ബേർഡ്സിൻ്റെ പ്ലോട്ട് എന്താണ്, ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്താണ്? ഇൻ ദ സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിങ് ഹ്യൂമൻസ്. എന്താ അതിലുള്ളത്? ലോകത്തുള്ള ലോകത്തെമ്പാടുമുള്ള പക്ഷികൾ മനുഷ്യരെ ആക്രമിക്കുന്നതായിട്ടാണ് ആ കഥയിലുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി അതിന് അദ്ദേഹം എന്താ ചെയ്തത്? വാട്ട് ഡിഡ് ഹി ഡു ഫോർ ദാറ്റ്? to get hold of ravens? He placed notices in the press. പേപ്പറിൽ എന്ത് ചെയ്ത? നോട്ടീസുകൾ സ്ഥാപിച്ചു, നോട്ടീസുകൾ കൊടുത്തു. ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിൽ ഒന്നായിട്ടുള്ള പേപ്പറുകളിൽ. എന്നിട്ടോ ആസ്കിങ് പീപ്പിൾ ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ, ജനങ്ങളോട് ഫിലിം മേക്കറായിട്ട് ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. ഇഫ് ദ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്, അവർക്ക് പരിശീലനം കിട്ടിയ മലങ്കാക്കകളെ എങ്ങനെയാണ് ലഭിക്കുക എന്നറിയുമെങ്കിൽ, അങ്ങനെ അറിയുകയാണെങ്കിൽ അതാരുമായിട്ട് ബന്ധപ്പെടാൻ, അറിയിക്കാനാ? ഹിച്ച്കോക്കായിട്ട് ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിൽ ഒന്നായിട്ട് പരസ്യം കൊടുത്തു. സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? Someone replied within a few days. Someone responded to that notice. ആ നോട്ടീസ് ഒരാൾ എന്ത് ചെയ്തു? പ്രതികരിച്ചു. ഏതാനും ദിവസത്തിൻ്റെ ഉള്ളിൽ. He was asked to bring his birds and he arrived with almost 100 trained ravens. അങ്ങനെ അയാളോട് കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏതാണ്ട് എത്ര റേവൻസ് ഉണ്ടായിരുന്നു? 100 ട്രെയിൻഡ് റേവൻസ്, ഏതാണ്ട് 100ഓളം പരിശീലനം കിട്ടിയ മലങ്കാക്കകളുമായിട്ട് അദ്ദേഹം എത്തിയത്. അഡ്മിറ്റഡ്ലി their training had not gone very bad. ഒരു കാര്യം സത്യമാണ്. എന്താണത്? അവരുടെ പരിശീലനം വളരെ മോശമായിരുന്നില്ല. ദാറ്റ്സ് എന്ന് പറഞ്ഞാൽ they could not do anything that might be seen as extraordinary. അതായത് അങ്ങനെ പറഞ്ഞാൽ അസാധാരണമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്നൊന്നും തോന്നൂല. എന്നാൽ പോലും ബട്ട് if as many as 50 ravens are told to perch quietly in a row on a specified spot, ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു വരിയിൽ 50ഓളം റേവൻസിനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടാൽ, ശാന്തമായിരിക്കാൻ ആവശ്യപ്പെട്ടാൽ, ആൻഡ് ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ്, ഈ കമാൻഡ് ആ റേവൻസ് അനുസരിക്കുകയാണെങ്കിൽ, ഇൻസ്റ്റൻ്റ്ലി, ഇമ്മീഡിയറ്റ്ലി, അപ്പം തന്നെ അനുസരിക്കുകയാണെങ്കിൽ, ഇസ്ൻ ദാറ്റ് പ്രിറ്റി ഇംപ്രസീവ്? അത് അനൽപമായ, അല്ലെങ്കിൽ വളരെയധികം എന്നുള്ള സെൻസിൽ അനൽപമായെന്നാണ് പഠിച്ച ഒരു വാക്കർത്ഥം പറഞ്ഞല്ലോ. അർത്ഥം അവിടെ നല്ലത് ഇംപ്രസീവ്, ആകർഷണീയല്ലേ, അത് കുറേയൊക്കെ ആകർഷണീയല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? എന്തൊക്കെയാണ് നമ്മൾ ഈ 2 പാരഗ്രാഫിൽ പറഞ്ഞത്? എവറി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ക്ലിയർ ആണല്ലോ? ബട്ട് those days they used even trained birds. It happened when Alfred Hitchcock decided to make a film called Birds. In that film, birds from all over the world start attacking
humans, and what Hitchcock wanted was variety of birds, but in large numbers or in the largest number he wanted to get ravens. Ready analla? And what did he do for that? He placed notices in the press all over America, all over the United States of America, asking people to contact him if they have trained ravens. And someone responded in a few days, and Hitchcock asked him to bring his birds. There were almost 100, about 100 trained ravens. The training was not so bad. That means they couldn't do something which we think they couldn't do anything that one might think that is an extraordinary, or that was extraordinary, or extraordinary എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അസാധാരണ തോന്നുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ പോലും when the owner commanded them or asked them to perch quietly in a row on a specified spot, they did like that. It was pretty impressive. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? നീ പറയണ്ടല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും. Now dears, this is Alfred Hitchcock, this is Raven, you know. Now needless to say that മക്കൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പാഠം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഹോളിവുഡ് എക്സ്പീരിയൻസസ് ആണ്. അതായത് സത്യത്രയൻ്റെ ഹോളിവുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനി പറയാൻ പോകുന്നത് നാട്ടിലെ എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ തുടക്കേ സാർ എടുത്തിട്ടുള്ളതുകൊണ്ടതേ നമ്മൾ പറയുന്നുള്ളൂ. ഈ പാരഗ്രാഫിൽ അതാ തുടങ്ങുന്നത് ഹിസ് ഓൺ കൺട്രി എക്സ്പീരിയൻസസ് ആണ്. നീഡ്ലെസ് ടു സേ, ഇൻ അവർ കൺട്രി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്. നമ്മുടെ ഇന്ത്യയിൽ ട്രെയിൻഡ് ആനിമൽസിനെ, വളരെ പരിശീലനം കിട്ടിയ മൃഗങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അത് ക്ലിയർ ആണല്ലോ? Although some films have been made in Bombay and Madras, പണ്ട് കാലത്ത്, എപ്പോഴും ഒരു കാലത്ത് നമുക്കറിയാം, ബോളിവുഡിൻ്റെ കേന്ദ്രമായിട്ട് പറയുന്ന ബോംബെ ഒക്കെ നമുക്കറിയാമല്ലോ. മദ്രാസിലൊക്കെ ഉള്ള പിന്നെ ചില സിനിമകൾ ഇൻവോൾവ് വർക്കിംഗ് വിത്ത് എലിഫൻസ്, അതിൽ പിന്നെ എലിഫൻസിൻ്റെ ആക്ട് ചെയ്യുന്നത് അതിൽ ഉൾപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഉൾപ്പെടുന്നതൊക്കെയാണ് ഇൻവോൾവ്. അതിൻ്റെ അർത്ഥം അറിയാം, എത്ര അർത്ഥമുള്ളൂ. അതായത് ടൈഗേഴ്സും ഹോഴ്സസും എലിഫൻസും, കുതിരകളും കടുവകളും അതുപോലെ തന്നെ ആനകളൊക്കെ ആക്ട് ചെയ്യുന്ന ഏതാനും ചില സിനിമകൾ ബോംബെ എന്നും അതുപോലെ തന്നെ മദ്രാസിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിർമ്മിക്കപ്പെട്ടിരുന്നു. ഇതൊഴിവാക്കിയാൽ കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? Their performance to suggest that they were used to obeying commands. അവരുടെ പിന്നെ പ്രകടനം കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? അവർ സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ കമാൻഡുകൾ അനുസരിച്ച് ശീലിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ യൂസ്ഡ് ടു കഴിഞ്ഞാൽ സാധാരണ V1 ആണ് നിങ്ങളെ മനസ്സിൽ വരിക. പക്ഷേ ഈസാമാർ വാസ്വേറിന് ശേഷം യൂസ്ഡ് ടു പറഞ്ഞാൽ ING ഉപയോഗിക്കേണ്ട, അതൊന്ന് ഓർത്ത് വെച്ചോളണ്ടി, മത്സര പരീക്ഷകൾക്കൊക്കെ വരുന്നതാണ്. അത് ഗെറ്റിന് ശേഷം സാധാരണഗതിയിൽ ഗെറ്റ് യൂസ്ഡ് ടു എന്ന് കഴിഞ്ഞിട്ടും ING ആണ് പറയുക. അവിടെ പ്രധാനപ്പെട്ട ഒരു ഓർക്കേണ്ട ഒരു വ്യത്യാസമാണ്, ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. ബംഗാളിൽ വളരെ സമർത്ഥരായ പട്ടികളുണ്ട്, പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ്, പ്രത്യേകിച്ചും പോലീസ് പട്ടികൾ, വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്, വളരെ ബുദ്ധിയുള്ളവരാണ് അവർ. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്, ഒരാൾ ക്ഷമ കാണിക്കുകയാണെങ്കിൽ, എന്തിന് നല്ല അവരൊന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ ക്ഷമ കാണിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഔട്ട് ഓഫ് ദം. ആ ബംഗാളിലെ ഡോഗ്സിന്ന് നല്ലൊരു പ്രകടനം ഉണ്ടാക്കിയെടുക്കൽ അസാധ്യമല്ല. അതിന് തെളിവാണ് അത്. ആസ് വി മാനേജ് ടു ഡു വിത്ത് ഭൂലോ ഇൻ പദർ പാഞ്ചാലിയിൽ ഭൂലോ എന്ന് പറയുന്ന പട്ടിയെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചതുപോലെ, പട്ടിയുടെ കാര്യത്തിൽ അവർ വിജയിച്ചതുപോലെ ഒന്ന് ക്ഷമ കാണിക്കുകയാണെങ്കിൽ ഇത്തരം പട്ടികളെ കൊണ്ട് നമുക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. പക്ഷെ നമുക്ക് ക്ഷമ വേണം, അതാണ് ഏറ്റവും പ്രധാനം. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഈ ഭാഗത്ത് ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ഹിയർ ഹി ഷെയർസ് സം ഓഫ് ഹിസ് ഓൺ കൺട്രി എക്സ്പീരിയൻസ്. നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ, ഇന്ത്യയിലെ, നമ്മുടെ നാട്ടിലെ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഏതാനും ചില സിനിമകൾ അദ്ദേഹത്തിന് ഓർമ്മയുള്ളത് ഏതുള്ള ടൈഗറും എലിഫൻറ്റും അതുപോലെ തന്നെ ഹോഴ്സും ഒക്കെ ഉള്ള പെർഫോമൻസ് മോശമായിരുന്നില്ല. കണ്ടാൽ നമുക്ക് തോന്നാം അവർക്ക് എന്ത് ചെയ്ത് ശീലമുണ്ട് എന്നാണ്, കമാൻഡുകൾ അനുസരിച്ച് ശീലമുണ്ട് എന്നാണ്. ബംഗാളിൽ വളരെ സമർത്ഥരായ പട്ടികളുണ്ട്, പ്രത്യേകിച്ചും പോലീസ് പട്ടികൾ വളരെ ബുദ്ധിമാന്മാരാണ്. നമുക്ക് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല അവയിൽ നിന്ന് നല്ല പ്രകടനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് നല്ലൊരു ഉദാഹരണമാണ് പദർ പാഞ്ചാലിയിലെ ഭൂലോ. ഒന്നും സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? Now dears, there are 3 questions from this part. അറിയാലോ, അതിൽ സാറ് പറഞ്ഞൊരു അസൈൻമെൻറ്റും കൂടിയാണ്. What were the difficulties Alfred Hitchcock had to face while making
the film Birds. Birds ഉണ്ടാക്കിയപ്പോൾ എന്തായിരുന്നു അത് അനുഭവിച്ച പ്രശ്നം? ആൽഫ്രഡ് ഹിച്ച്കോക്ക് wanted birds as actors. It was difficult to get trained ravens as actors. ക്ലിയർ അല്ലേ? അതൊക്കെ സിമ്പിൾ അല്ലേ? അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് എന്താണ്? പിന്നെ പക്ഷികളെ ആക്ടേഴ്സായിട്ട് വേണ്ടിയിരുന്നു. അതുപോലെ തന്നെ ട്രെയിൻഡ് അത് പരിശീലനം കിട്ടിയ റാവൻസിന് കിട്ടൽ ബുദ്ധിമുട്ടായിരുന്നു. How did Hitchcock managed to get a large number of ravens for his film? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫിലിമിന് ഈ ഒരുപാട് റാവൻസിനെ അദ്ദേഹം കണ്ടെത്തിയത്? നമുക്കറിയാം എങ്ങനെയാണ്. He gave notice in the newspapers all over the United States to get trained ravens. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ. അതായത് പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊന്നായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം പേപ്പറിൽ പരസ്യം കൊടുക്കുക ചെയ്തത്. വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് പ്രിറ്റി ഇംപ്രസീവ്? എന്താണ് മോശമല്ലാത്ത ആകർഷണീയമായ സംഗതിയാണെന്ന് പറയുന്ന കാര്യം എന്താണ്? ഇറ്റ് വാസ് പ്രിറ്റി ഇംപ്രസീവ് ടു വാച്ച് as 50 ravens were told to perch quietly in a row on a specified spot. 50 റാവൻസിനോട് ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞ സമയത്ത് ആൻഡ് ഓൾ ഓഫ് ദ obeyed the command of the trainer. ആ പറഞ്ഞ ഉടനെ തന്നെ ട്രെയിനറുടെ അതിൻ്റെ ഓണറുടെ കമാൻഡ് അവ എന്ത് ചെയ്തു? അനുസരിച്ചു. അതാണ് പ്രിറ്റി ഇംപ്രസീവ് ആണെന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നൗ ഇതുവരെ ചർച്ച ചെയ്തത് എന്താണ്? എവറി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം വാസ് വെൽ ട്രെയിൻഡ്. കുഴപ്പമില്ല, അന്നത്തെ വെച്ചിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനത്തേതാക്കി ഞാൻ വാസ് പറഞ്ഞത്. ദർ വർ ഈവൻ ട്രെയിൻഡ് ബേർഡ്സ്. അറിയാലോ, അത് വന്നത് എപ്പോഴാണ്? ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ് ഇൻ വിച്ച് ബേർഡ്സ് ഇൻ ഐ സ്മോൾ ലെറ്റർ മതി, അടിക്കും മാറിപ്പോയതാ കേട്ടോ. പിന്നെ ബേർഡ്സ് ഫ്രം അല്ലെങ്കിൽ ഇവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്താലും മതി, ഏറ്റവും നല്ലത്. ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ് ഇൻ വിച്ച് ഐ സ്മോൾ ലെറ്റർ ആക്കിയ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് പോയിക്കോളും. ഇൻ വിച്ച് ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. അതാണ് നല്ലത്, ഒറ്റ സെൻറ്റൻസ് മതി. ഹി പ്ലേസ്ഡ് നോട്ടീസസ് in the press all over the United States asking people to contact the filmmaker if they knew how to get hold of trained ravens. Then they says about his own country experience. അദ്ദേഹത്തിൻ്റെ നാട്ടിലനുഭവങ്ങളാണ് പറയുന്നത്. Some films were made in Bombay and Madras that involved working with elephant, horses and tigers. ഇത്രയും കാര്യങ്ങൾ അന്നത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. റെഡിയാണ്? എന്താ ആദ്യത്തെ അസൈൻമെൻറ്റ്? The likely conversation between Alfred Hitchcock and the man who brought trained ravens to the shooting location. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, അസൈൻമെൻറ്റ് പാഠം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. അല്പം ഇതിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതലാണ്, അത് എഴുതിയിട്ടുണ്ടാണ്. പിന്നെ ഈ ഒരു കോൺവെർസേഷൻ എഴുതലാണ്. കോൺവെർസേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആരാണ് രണ്ട് സംസാരിക്കുന്ന ആളുകൾ, അവരുടെ ബന്ധം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, അവർ നമ്മൾ പിന്നെ ഇപ്പോൾ ആരായിരിക്കും തുടങ്ങായ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ എഴുതണ്ടേ. പക്ഷേ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഞാൻ ഏറ്റവും സിമ്പിളായി എഴുതിയെടുക്കാനൊക്കെ സൗകര്യമുള്ള രീതിയിലുള്ള ഒരു ഏറ്റവും ഷോർട്ടായിട്ടാണ് തരുന്നത്. എല്ലാ കാര്യങ്ങളും ഉണ്ട് ചെറുതാണെങ്കിൽ പോലും. ഓക്കെ അല്ലേ? ക്യാൻ സി one conversation here. Simple anla. You have brought the ravens with you, haven't you? Yeah. Hitchcock. Are they trained? Yeah, they are trained. How many of them are there? There are about 50 ravens. What can they do? If I tell them to perch quietly in a row on a specified spot, they will do it. That's nice. I had better show it. Okay, I'll show you. What do you want to make them do? They should attack humans. They can do it if we train them. Let us see what they can do now. Right, let's go out. Okay sir. തുടക്കമുണ്ട്, അവസാനമുണ്ട്. അതുപോലെ തന്നെ ചില എക്സ്പ്രഷനും മാർക്കേഴ്സ്, ഡിസ്കസ് മാർക്കേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈസ് ചോദ്യങ്ങളും അതിൽ കൊള്ളിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്റ്റഡ് ഫോംസ് ഉണ്ട്. എല്ലാ സംഗതി ഇതിലുണ്ട്. അവിടെ ചെറിയ ബ്രീഫാണ്, ചെറുതാണെങ്കിൽ പോലും എല്ലാ കാര്യവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? നിങ്ങൾ എഴുതിയതായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ അല്ലേ? നൗ ഡിയേഴ്സ്, ഇത് ചർച്ച വന്നതാണ്, ക്ലാസ്സിൽ കഴിഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആൽഫ്രഡ് ഹിച്ച്കോക്ക് നമുക്ക് ഈ ഒരു അദ്ദേഹത്തിന് റാവൻസിന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നാണ്? നോട്ടീസ് കൊടുത്തു. നമുക്കറിയാലോ. അപ്പോൾ ആ നോട്ടീസ് ഉണ്ടാക്കാനാണെങ്കിലും വർക്ക് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസിലെ ഒരു വർക്കാണ്. ഇപ്പോൾ ഇത് ചെയ്താൽ നമുക്കത് കുറഞ്ഞിട്ടും. ഇപ്പോൾ ഈ ക്ലാസ് വരെ കുറച്ച് നമുക്ക് എഴുതാനുള്ളൂ. അപ്പോൾ അത് ഒരു മോഡലതിലുണ്ട്, സാറെ ക്ലാസ്സിലുണ്ട്, അത് എഴുതിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ നോട്ടീസ് വന്നാൽ ശ്രദ്ധിക്കേണ്ടതാണ് ഹിച്ച്കോക്കിന് എന്തായിരുന്നു വേണ്ടിയിരുന്നത്, പിന്നെ എന്തിനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്, പരസ്യം കൊടുക്കുന്നത്. സാധാരണ നോട്ടീസല്ല, ആഡാണ്, അതറിയാലോ. ഹൗ മെനി റാവൻസ്, എത്ര പിന്നെ റാവനാണ് വേണ്ടത്, ഇതൊക്കെ കൊള്ളിക്കേണ്ടത്. വാട്ട് വർ ദ തിങ്സ് ദാറ്റ് ദ റാവൻസ് വർ എക്സ്പെക്റ്റഡ് ടു ഡു, അവ എന്ത് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഹൗ മച്ച് ഷുഡ് ഈ പേ, അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതാണ്ട് പ്രതിഫലം എത്രയാണ്. അതുപോലെ വേർ വാസ് ദ ഷൂട്ടിംഗ് സപ്പോസ് ടേക്ക് പ്ലസ്, എവിടെയാണ് ഇത് നടക്കുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അത് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു നോട്ടീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയെടുത്താൽ മതി. അല്ലെങ്കിൽ വളരെ സിമ്പിളായ ഒന്നാണത്, ഇത് എഴുതിയെടുക്കാം. എന്തായാലും ഒരു ആൻസർ ഉണ്ടാവണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്.
Okay, right, yes. Hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.